ഇന്ത്യ-പാക് സംഘർഷം കൂടുതൽ വ്യാപിച്ചു വന്ന സാഹചര്യത്തിലായിരുന്നു ചൈന പാകിസ്ഥാനിലേക്ക് കൂടുതലും ചായ്വ് കാണിച്ചു തുടങ്ങിയിരുന്നത്. മാത്രമല്ല, പണ്ടും നനഞ്ഞിടം കുഴിച്ചാൽ തനിക്കാണ് പ്രയോജനമെന്ന് ചൈനയ്ക്ക് നന്നായി തന്നെ അറിയാം. ഒരു ചൈന-ഇന്ത്യ സംഘർഷം ഉടലെടുക്കാതിരിക്കണമെങ്കിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യയുമായി ഉടക്കി തന്നെ നിലനിൽക്കുകയും വേണം. മാത്രമല്ല, അത് ചൈനയുടെ ഒരു ആവശ്യം കൂടിയാണ്. ഈ സാഹചര്യത്തിനിടയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുവാൻ തീരുമാനിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ചൈന ഇപ്പോൾ. ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളെ നേതാക്കൾ തമ്മിൽ ഒരു അനൗപചാരിക കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു ചൈന ഈ പ്രഖ്യാപനം നടത്തിയത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി, പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താഖി എന്നിവരുമായിട്ടാണ് പ്രധാനമായിട്ടും ചർച്ച നടത്തിയത്. മാത്രമല്ല, ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടാനാണ് ചർച്ചയിൽ മൂന്ന് നേതാക്കളും പ്രധാനമായിട്ടും കൈക്കൊണ്ടിട്ടുള്ള തീരുമാനവും. പ്രാദേശിക സമഗ്രതയും ലംഘിക്കുന്നതിനാൽ തന്നെ ഇന്ത്യ ഇതിനെ ശക്തമായി എതിർത്ത് രംഗത്തും വരികയുണ്ടായി. അതുമാത്രമല്ല, ചർച്ചയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തങ്ങളുടെ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനുള്ള സന്നദ്ധത വ്യക്തമായി പ്രകടിപ്പിച്ചതായി ചൈന വെളിപ്പെടുത്തുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും പരസ്പരം അംബാസഡർമാരെ അയക്കാൻ സമ്മതിച്ചുവെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. കൂടാതെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി തുടർന്നും സഹായം നൽകാൻ തയ്യാറാണെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ ഒരു ഉന്നതതല ആശയവിനിമയം നടത്തുന്നത്. ചൈന പാക് രാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങളുടെ പ്രാധാന്യം അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഭാവിയിൽ ഈ മേഖലയിൽ കൂടുതൽ പുരോഗതി കൈവരിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. താലിബാൻ ഭരിക്കുന്ന രാജ്യമായുള്ള വ്യാപാര വിനിമയം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണത്തിനും വികസനത്തിനും ചൈനയും പാകിസ്ഥാനും പിന്തുണ നൽകിയതായും വാങ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സുരക്ഷാ സഹകരണം, ഭീകര ശക്തികളെ നേരിടൽ, അതുപോലെ പ്രാദേശിക സമാധാനവും സ്ഥിരതയും സംരക്ഷിക്കൽ എന്നിവയുമായി യോഗം ധാരണയിൽ എത്തുകയും ചെയ്തു. പ്രാദേശിക സുരക്ഷയും സാമ്പത്തിക ബന്ധവും വർദ്ധിപ്പിക്കുന്നതിനായി മൂന്ന് രാജ്യങ്ങളും ത്രികക്ഷി സഹകരണം നൽകുമെന്ന് ആവർത്തിച്ചതായി പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നയതന്ത്ര ഇടപെടൽ വർദ്ധിപ്പിക്കുക, അതുപോലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുക, വ്യാപാര അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക നടപടികൾ സ്വീകരിക്കുക എന്നിവയെക്കുറിച്ച് അവർ ചർച്ച ചെയ്തുവെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം നിലവിൽ അറിയിക്കുകയുണ്ടായി. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും അതുപോലെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് വ്യാപിക്കാനും മൂന്ന് രാജ്യങ്ങളും സമ്മതിച്ചുവെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം നിലവിൽ അറിയിച്ചിട്ടുണ്ട്. അതേസമയം താലിബാൻ അഫ്ഗാൻ ഏറ്റെടുത്തതിനു ശേഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെയധികം വഷളായിട്ടായിരുന്നു നിലനിന്നിരുന്നത്. പക്ഷേ ഈ കൂടിക്കാഴ്ച പാക് അഫ്ഗാൻ സർക്കാരുകൾ തമ്മിലുള്ള മഞ്ഞുരുകളിലേക്കാണ് യഥാർത്ഥത്തിൽ വഴിതെളിച്ചിരിക്കുന്നതെന്നും പറയാം. തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാൻ ആക്രമണം നടത്താൻ അഫ്ഗാൻ മൺ ഉപയോഗിക്കുന്നതായി പാകിസ്ഥാൻ നേരത്തെ ആരോപിച്ചിരുന്നു. എന്നാൽ അഫ്ഗാൻ പാക് ആരോപണത്തെ തള്ളിക്കളയുകയാണ്. താലിബാൻ സർക്കാർ ചൈനയുടെ സുരക്ഷാ ആശങ്കകൾക്ക് പ്രാധാന്യം നൽകുന്നുവെന്നും അതുപോലെ ചൈനയെ അപകടത്തിലാക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കാൻ ഒരു ശക്തിയും ഒരിക്കലും അനുവദിക്കില്ലെന്നും അഫ്ഗാനിസ്ഥാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി ചൈനീസ് വിദേശകാര്യമന്ത്രിയോട് പറഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരികയുണ്ടായി. ചൈനയുടെ സിൻജിയാങ് പ്രവേശിയെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവേശിലെ ഗ്വാദർ തുറമുഖവുമായി റോഡുകൾ, റെയിൽവേ, ഊർജ്ജ പദ്ധതികൾ എന്നിവയിലൂടെ ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു വൻ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്നത്. 2015 ആരംഭിച്ച $46 ബില്യൺ ഈ അടിസ്ഥാന സൗകര്യ പദ്ധതി എന്നത് ഇപ്പോൾ നിക്ഷേപമായി $62 ബില്യൺ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. 3000 കിലോമീറ്റർ ദൈർഘ്യമുള്ള കണക്ടിവിറ്റി പദ്ധതിയായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഏറെ കൊട്ടിയാഘോഷിക്കപ്പെട്ട ഒന്നുകൂടിയായിരുന്നു. പാകിസ്ഥാന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥത്തിൽ ത്വരിതപ്പെടുത്തുന്നതിനും ചൈനയ്ക്ക് അറബിക്കടലിലേക്ക് നേരിട്ട് പ്രവേശനം നൽകുന്നതിനുമുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് കൂടുതലും പ്രചരിക്കപ്പെട്ടിരുന്നത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പ്രകാരമുള്ള ഒരു പ്രധാന പദ്ധതിയായ ഈ ഇടനാഴി പാക് അധിനിവേശ കാശ്മീരിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് ഇന്ത്യ അതിനെ ശക്തമായിട്ട് കൂടുതലും എതിർത്തുകൊണ്ടിരിക്കുന്നതും. ഇന്ത്യ പാക് അധിനിവേശ കാശ്മീർ തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നതിനാൽ തന്നെ പദ്ധതി അതിന്റെ പരമാധികാരത്തെയും അതുപോലെ പ്രാദേശിക സമഗ്രതയും ലംഘിക്കുന്നുവെന്ന് രാജ്യം ശക്തമായി വാദിക്കുകയും ചെയ്യുന്നുണ്ട്.
മണി കൺട്രോൾ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും സൈനിക സഹകരണത്തിലൂടെയും ദക്ഷിണേഷ്യയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിനെ ഇന്ത്യ ശക്തമായി തന്നെയാണ് എതിർക്കുന്നത്. ഇന്ത്യയെ മറികടക്കുന്ന ബദൽ വ്യാപാര പാതകൾ സൃഷ്ടിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഇറാനിലെ ചബഹർ തുറമുഖം പോലുള്ള സ്വന്തം പ്രാദേശിക കണക്ടിവിറ്റി പദ്ധതിക്ക് ഈ ഇടനാഴി ദോഷം ചെയ്യുമെന്ന് ഇന്ത്യ കരുതുന്നതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ സുരക്ഷാ സാമ്പത്തിക ആശങ്കകൾ ഉയരുന്ന ഈ സംഭവ വികാസത്തെ ഇന്ത്യ അതീവ ശ്രദ്ധയോടെയാണ് കൂടുതലും വീക്ഷിക്കുന്നത്. അതിനെ എതിർക്കാനുള്ള പദ്ധതികൾ ഇന്ത്യ ആരംഭിക്കുകയാണെങ്കിൽ അത് ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരിക്കും സൃഷ്ടിക്കുക എന്നതിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ പാകിസ്ഥാൻ അഫ്ഗാൻ പ്രദേശം ഉപയോഗിക്കുന്നതും യഥാർത്ഥത്തിൽ പാകിസ്ഥാന് വരുത്തിവെക്കുന്ന ഇരട്ടിപ്പണിയായിരിക്കും എന്നതിലും സംശയം വേണ്ട. ഒരു കാലത്ത് ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ ഭീകരരെ അഫ്ഗാനിസ്ഥാൻ താവളമാക്കുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ചൈന പാകിസ്ഥാനെ പിന്തുണച്ചതിനെ തുടർന്നുകൊണ്ട് ഈ ത്രികക്ഷി ബന്ധത്തിന് ഇന്ത്യയിലേക്ക് ഭീകരരെ റിക്രൂട്ട് ചെയ്യാനും പരിശീലനം നൽകാനും കഴിയുമെന്ന് മണി കൺട്രോൾ റിപ്പോർട്ടും പുറത്തുവരികയുണ്ടായി. അങ്ങനെ ഒരു നീക്കം കൂടി ഉണ്ടെങ്കിൽ പാകിസ്ഥാന് ഇന്ത്യ കൊടുക്കുന്ന അതേ പണി തന്നെയായിരിക്കും ഈ രാജ്യങ്ങളും നേരിടേണ്ടി വരിക എന്നതിലും സംശയമില്ല. അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തു തന്നെ ആയാലും അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തായാലും അത് വളരെ വലുതായിരിക്കും.